ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന റിപ്പോർട്ട്. 150 ജീവനക്കാർ വേണ്ട ജയിലിൽ നിലവിലുള്ളത് 106 പേർ മാത്രമാണ്. ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തലുകൾ ഉള്ളത്. അതേസമയം ചാർലി തോമസിനെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ജയിൽ ഡിഐജിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം ജയിലിൽ പരിശോധന നടന്നില്ല. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചില്ല. കമ്പി മുറിച്ച ആയുധം കണ്ടെത്താതിരുന്നത് സെല്ലിലെ പരിശോധനയിലെ വീഴ്ചയാണ്. ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് CCTVയിൽ പതിഞ്ഞു. എന്നിട്ടും ദൃശ്യങ്ങൾ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ നിരീക്ഷിച്ചില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല. ചാർലി തോമസിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചുവോ എന്നതിൽ അന്വേഷണം വേണമെന്നും ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. DIG തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായത് ജീവനക്കാരുടെ കുറവാണ് എന്നും കണ്ടെത്തലുണ്ട്. 150 ജീവനക്കാർ വേണ്ട ജയിലിൽ നിലവിലുള്ളത് 106 പേർ മാത്രം. 940 തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ജയിലിലുള്ളതാകട്ടെ 1118 തടവ് പുള്ളികളാണ്. ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് അമിത ജോലിഭാരം ഉണ്ടാക്കുന്നതും ജയിലിൽ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ജനം, കണ്ണൂർ.